സുഷമാ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും അദീക്ഷയ്ക്കും ശേഷം ഡൽഹിയിലേക്ക് പുതിയൊരു വനിതാ മുഖ്യമന്ത്രി കൂടി വന്നിരിക്കുകയാണ്, രേഖാ ഗുപ്ത. ഒരുപാട് ചർച്ചകളായിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം. അതായത് ആം ആദ്മി പാർട്ടിയുടെ വലിയ രീതിയിലുള്ള തോൽവി, കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം, അതായത് ഇത്രയും നാളുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ആ ഒരു ബാഹുല്യം, ഇതിനെല്ലാം ശേഷം BJPയുടെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ്, അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഡൽഹിക്ക് അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു, എന്താണ് പറയാനുള്ളത്? എല്ലാവരും ആഗ്രഹിച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു. പലപ്പോഴും ചർച്ച ചെയ്യുമ്പോഴാണെങ്കിലും ഡൽഹിക്ക് ഒരു പുതിയ വനിതാ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ അത് BJPയുടെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ വളരെ നല്ലതെന്ന് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രേഖാ ഗുപ്തയെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ രേഖാ ഗുപ്തയെ സഹായിച്ച നിരവധി കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പൊളിറ്റിക്കലി അവർക്ക് വളരെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ 1992 മുതൽ നമ്മുടെ രേഖാ ഗുപ്ത രാഷ്ട്രീയത്തിലേക്ക്, അതെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു നേതാവാണ്, ഡൽഹിയെ കൃത്യമായി അറിയാവുന്ന ഒരു നേതാവ്. അതോടൊപ്പം തന്നെ ഇവർ കുറേ അധികം പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ വഴി തന്നെ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ RSS ഉൾപ്പെടെ നമ്മുടെ രേഖയെ പിന്തുണയ്ക്കുകയുണ്ടായി. അങ്ങനെ ഒരു ക്ലീൻ പൊളിറ്റിക്സ് ആയിരുന്നു പറഞ്ഞത്. പ്രത്യേക അഴിമതി രാഷ്ട്രീയമോ അല്ലെങ്കിൽ യാതൊരുവിധ കുറ്റമോ കുറവോ കേസുകളോ ഒന്നും ഇല്ലാത്തൊരു രാഷ്ട്രീയ ജീവിതമായിരുന്നു രേഖാ ഗുപ്തയുടേത്. രേഖാ ഗുപ്തയെ വെച്ചിട്ട് നമ്മുടെ കെജ്രിവാളിനെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ, കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു അഴിമതിക്കെതിരെ വന്നിട്ട് അഴിമതി കൊണ്ട് പുറത്തായ ഒരു നേതാവ് എന്ന് പറയാം. പക്ഷേ രേഖാ ഗുപ്തയെ സംബന്ധിച്ച് ഇത്രയും നീണ്ട 1992 തൊട്ട് തുടങ്ങിയ തന്റെ ABVP ആയിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഇതുവരെ ഒരു അഴിമതി കേസോ അല്ലെങ്കിൽ യാതൊരുവിധ കേസുകളും അവരുടെ നേൽക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നുള്ളത് പർവേഷ് വർമ്മയായിരുന്നു നമ്മുടെ കെജ്രിവാളിനെ തോൽപ്പിക്കുന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ കെജ്രിവാളിനെതിരെ നിന്നതും പർവേഷ് വർമ്മയായിരുന്നു. പല രീതിയിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയാക്കാമെന്ന്. പക്ഷെ അപ്പോഴും 11 ദിവസത്തിന് ശേഷം RSS അല്ലെങ്കിൽ BJP സർക്കാർ തീരുമാനിക്കുകയാണ് ഒരു വനിതാ മുഖ്യമന്ത്രി തന്നെ ഡൽഹിക്ക് ഉണ്ടാവട്ടെ എന്ന്. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു തീരുമാനമായിരിക്കും. കോൺഗ്രസ് ചെയ്തിരുന്ന വലിയ രീതിയിലുള്ള അഴിമതികൾ, ആ അഴിമതികളെല്ലാം തുറന്നു കാട്ടിക്കൊണ്ടായിരുന്നു ഡൽഹിയിലേക്ക് കേജ്രിവാളിൻ്റെ ഒരു കടന്നുവരവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കടന്നുവരവ് കുറേ വർഷം ഇങ്ങനെ നീണ്ടു നിന്ന് പോയി. പക്ഷേ എങ്കിലും ഈ അഴിമതി ഭരണത്തിനെല്ലാം എതിര് നിന്നിരുന്ന കേജ്രിവാളിന് അവസാന സമയം അദ്ദേഹം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് രാജിവെച്ച് വെളിയിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തന്നെ ഡൽഹിയിൽ നിന്നും അവിടുത്തെ ജനങ്ങൾ തുടച്ചു വിടുന്നൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം വന്നെത്തി. അതിനുശേഷം BJP എടുത്ത കൃത്യമായിട്ടുള്ള നിലപാടായിരുന്നു, അല്ലെങ്കിൽ BJP അവിടെ കാഴ്ചവെച്ചൊരു രാഷ്ട്രീയമായിരുന്നു. അത് കൃത്യമായി BJPക്ക് തന്നെ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ടതായിരുന്നു ഡൽഹി ഉണ്ടായിട്ട് ഉള്ള ഒരു കലാപം. ആ കലാപത്തിൽ ഒരുപാട് പേര് മരിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയി. അതിനുശേഷം ആ കലാപം മാത്രമല്ല, അതിനുശേഷം വന്ന പല അഴിമതി കേസുകളിലും കേജ്രിവാൾ ആണെങ്കിലും കേജ്രിവാളിൻ്റെ പാർട്ടി ആണെങ്കിലും മുഴുവൻ ആക്ഷേപം കേൾക്കേണ്ടി വന്നു. ഇത് അദ്ദേഹം ജയിലിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടെത്തിക്കുന്ന സ്ഥിതി വരെ എത്തിയപ്പോഴേക്കും ജനങ്ങൾ മടുത്ത് BJPയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പക്ഷേ BJP അവിടെ കൃത്യമായിട്ട് അവരുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള വനിതാ മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രേഖാ ഗുപ്ത എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ മകളാണ്. ഗുജറാത്തിൽ ജനിച്ച അവിടെയാണ് അവരുടെ വേരുകളുള്ളത്. പക്ഷെ ഡൽഹിയിലേക്ക് പിതാവിന്റെ ജോലി സംബന്ധമായി അവര് വന്നതാണ്. അവരെ ജനിച്ച് ഒരു 2 വയസ്സ് 3 വയസ്സ് തൊട്ട് അവർ ഡൽഹിയിലാണ് ജീവിക്കുന്നത്. അതേപോലെ കോളേജ് രാഷ്ട്രീയത്തിലാണെങ്കിലും നിരവധി കാര്യങ്ങൾക്ക് രേഖാ ഗുപ്ത അവിടെ ഫേമസ് ആയിരുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്നുള്ള പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കാണെങ്കിലും അതുൾപ്പെടെ നിരവധി സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതാണെങ്കിലും രേഖാ ഗുപ്തയ്ക്ക് ഡൽഹിക്കാർക്ക് രേഖാ ഗുപ്ത പരിചിതമായ ഒരു മുഖം തന്നെയാണ്. അപ്പോൾ BJP സർക്കാർ രേഖാ ഗുപ്തയെ തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അവർക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു നേതാവിനെ തന്നെ അവിടെ വനിതാ മുഖ്യമന്ത്രിയാക്കുമ്പോൾ വനിതാ വോട്ടേഴ്സ് കൂടുതലുള്ള ഡൽഹിക്ക് അത് മുതൽക്കൂട്ടാവും. അതോടൊപ്പം തന്നെ രേഖാ ഗുപ്ത ഈ ഒരു സ്ഥാനം ഏൽക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, കർമ്മം കൊണ്ട് തെളിയിക്കും. കാരണം താൻ കൂടുതൽ ഡയലോഗുകളൊന്നും പറയുന്നില്ല, തന്റെ യോഗ്യത എന്താണെന്ന് കർമ്മം കൊണ്ട് തന്നെ ഞാൻ തെളിയിക്കും. ഡൽഹിക്ക് എന്താണോ വേണ്ടത് അത് തന്നെ കൊടുക്കും. അല്ല, അത് തന്നെയാണ് വേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് ഇനി ഡൽഹിയിൽ നിലനിൽക്കണമെങ്കിൽ ഇപ്പൊ എന്താണെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് BJP കൃത്യമായിട്ട് വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ വിജയം ഇനി അടുത്ത കൊല്ലങ്ങളിൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ BJP അവിടെ കൃത്യമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ സ്വാധീനം കാണിക്കണം. കാരണം ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നു, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ അഴിമതിക്കെതിരെ പോയ ആളുകൾ, അതായത് അഴിമതിക്കെതിരെ വന്നിട്ട് അഴിമതിയിൽ കുളിച്ചു പോയ ആളുകളെ പോലെ തന്നെ BJP ആയിക്കഴിഞ്ഞാൽ അവരെയും
ജനങ്ങൾ ആട്ടി ഓടിക്കും. അത് തീർച്ചയാണ്. ഡൽഹിയിലെ ജനങ്ങൾ അങ്ങനെ തന്നെയാണ്. ഒരു കാലത്ത് കോൺഗ്രസിനോടൊപ്പം നിന്നെങ്കിൽ കെജ്രിവാൾ വന്നിട്ട് ഒരു അഴിമതി രഹിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ കെജ്രിവാളിനെ സ്വീകരിച്ച ആൾക്കാരാണ് ഡൽഹിയിലെ ജനങ്ങൾ. അപ്പൊ ആ ജനങ്ങളാണ് ഇപ്പൊ കെജ്രിവാളിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിഷ്പ്രയാസം അദ്ദേഹത്തിനെ തോപ്പിച്ചുകൊണ്ട് BJP-യെ തെരഞ്ഞെടുത്തത്. അതെ, ഇനി BJP-ക്ക് വരാൻ പോകുന്ന കാലങ്ങളിൽ വിജയിക്കണമെങ്കിൽ BJP കൃത്യമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയം കാണിച്ചിരിക്കണം. അല്ലെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ജനങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന. കാരണം ഡൽഹി അനുഭവിക്കുന്ന കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ വെള്ളമാണെങ്കിലും ജലമാണെങ്കിലും അല്ലാണ്ട് പൊല്യൂഷൻ ആണെങ്കിലും വേറെ സ്ത്രീകൾക്ക് നേരെയാണെങ്കിലും മറ്റ് അതിക്രമങ്ങളാണെങ്കിലും എന്ത് നോക്കിയാലും ഡൽഹി എന്ന് പറയുന്നത് വളരെയധികം കഷ്ടതകൾ. ഇനിയിപ്പോ ഭീകര പ്രവർത്തനങ്ങളാണെങ്കിലും എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അറിയാം, ഡൽഹിയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ തലസ്ഥാനം അവിടെയാണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡൽഹി തന്നെയാണ്. അപ്പൊ ആ ഡൽഹിയെ സംബന്ധിച്ച് ക്യാപിറ്റൽ തന്നെ ഭാരതത്തിലെ BJP ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-ക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. കാരണം അപ്രമാദിത്യപരമായി രാജ്യത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും BJP-യുടെ കടന്നുവരവ് സൂചിപ്പിച്ചുകൊണ്ടാണ് ഡൽഹിയിലെ വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പലപ്പോഴും BJP-ക്ക് നേടാൻ കഴിയാതെ പോകുന്ന ഒരു സ്ഥലങ്ങളായിരുന്നു നമ്മുടെ ഈ കേരളവും തമിഴ്നാടും ഇങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ. BJP-ക്ക് വലിയ രീതിയിൽ പാടുള്ളൊരു സ്ഥലങ്ങളാണ് വേരുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ വേരുകൾ ഇനി ഞങ്ങൾ ഉറപ്പിക്കും എന്നുള്ളൊരു തീർച്ചയായിട്ടാകാം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് BJP ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചേക്കുന്നത്. അതിനപ്പുറത്തേക്ക് സാധാരണ ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ തന്റെ കൈവശം ഇത്രയും നാൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആം ആദ്മിക്ക് നഷ്ടപ്പെട്ട ഡൽഹിയിലേക്ക് ഒരു ഏറ്റവും നല്ലൊരു നേതാവിനെ തന്നെ മുഖ്യമന്ത്രി ആക്കിയേ BJP-ക്ക് പറ്റുള്ളായിരുന്നു. അല്ലെങ്കിൽ അതിനെതിരെ ഒരുപാട് വിവാദ പരാമർശങ്ങളാണെങ്കിൽ ഒപ്പം ഒരുപാട് കാര്യങ്ങൾ വരും. അല്ലെങ്കിൽ ഒരു ചേർന്ന ഒരു മുഖ്യമന്ത്രി അല്ല ഇതെന്ന് പറയും. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ വനിതാ മുഖ്യമന്ത്രിമാരെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മുഖ്യമന്ത്രിമാരായിരുന്നു ആ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. അപ്പൊ അവരോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ തന്നെ ഇവർക്ക് നിർത്തിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രേഖ ഗുപ്തയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി BJP 11 ദിവസം എടുത്തതും അതുകൊണ്ട് തന്നെയായിരിക്കും. RSS കൂടെ നമ്മുടെ രേഖയെ പിന്തുണച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഡൽഹിക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി കിട്ടിയത്. ഇനിയും ബാക്കിയുള്ള നമ്മുടെ കേരളമാണെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രി വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പലരും ഉള്ളത്. അതിന് പല തടസ്സങ്ങളും എല്ലാവരും പറയുന്നുവെങ്കിലും പക്ഷെ ഡൽഹിക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യം തന്നെയാണ് ഇപ്പൊ BJP ചെയ്തിരിക്കുന്നത്. ഇനി വരും കാലങ്ങളിൽ അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് വൻ പ്രോജക്റ്റുകളായിരിക്കാം രേഖയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്നതെന്ന് തന്നെയാണ് ഈ ഒരു തുടക്ക പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അധികം ഡയലോഗുകളൊന്നുമില്ല, വളരെ ക്ലീൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ ഡൽഹി മാറ്റാനാണ് വന്നത്. ഡൽഹിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഡൽഹി അനുഭവിക്കുന്ന കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. അവിടെ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് BJP-യുടെ വനിതാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ എത്തിയിരിക്കുന്നതെന്നാണ് രേഖ പറയുന്നത്. അതേപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായിട്ട് പർവേഷിനെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടങ്ങൾ BJP മുന്നോട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും ഡൽഹിയെ കൊണ്ടുപോകുന്നതിനായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും.